ഇന്നിപ്പോ വടപ്പരിപ്പ് ഉണ്ടാക്കണം ചെയ്യാം. കുട്ടികൾ കുറച്ച് ദിവസമായി വടപ്പരിപ്പല്ലേ പരിപ്പ് വട. അമ്മ മറന്നു വടപ്പരിപ്പോടല്ലേ വട ഉണ്ടാക്കണം. അപ്പൊ ഓർമ്മയില്ലാതെ അമ്മ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇന്ന് പരിപ്പ് വടയാണ്. അതെ, കട്ടൻ ചായ. അതെ, ചായ അവിടെ റെഡിയാക്കി തിളപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ടാവണേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് അപ്പോഴേക്കും ഇത് വട ഉണ്ടാക്കട്ടെ, അരച്ചെടുക്കട്ടെ. നല്ല മഴ ഉണ്ടാവും. അപ്പൊ മഴ ഉള്ള ദിവസം നമുക്ക് വട കഴിക്കാനുള്ള ടേസ്റ്റ് അല്ലേ മാളു? അങ്ങനെ ഞങ്ങള് വിചാരിച്ചത്. ഇന്നിപ്പോ മഴ പോയി, മഴ ഇല്ല, നല്ല വെയിലാണ്. നല്ല അപ്പൊ വെയിലായി. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഇതൊക്കെ കഴുകിയതിന് ശേഷം ഇങ്ങനെ ഇത് വെച്ചതാട്ടോ വെള്ളം. ഇങ്ങനെ കുറച്ച് അരച്ചെടുത്തു. ഇനി ഇതിങ്ങനെ അരച്ചെടുക്കട്ടെ. എന്താ അറിയോ, ഇതില് നന്നായി പാകത്തിന് അരിഞ്ഞു കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഉണ്ടോ എന്നുവെച്ചാൽ മറ്റേ നമ്മളിപ്പോ മിക്സിയിലൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ഇപ്പൊ അതൊന്നും വേണ്ട. കുറച്ച് അരച്ചെടുത്താൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും എടുക്കുന്നു. ഒരേപോലെ അയ്യോ തൊടേണ്ട, കൈ ഇതാവും. പരിപ്പ് വടയാകുമ്പോ അധികം അരയണ്ടല്ലോ. അതെ, നല്ല അറിയണ്ടല്ലോ, കുറച്ച് മതി. കുറച്ച് കടിക്കുന്നതാണ് അതിന്റെ സ്വാദ്. നിന്നോട്ടെ, ആ നിന്നോളൂ. അപ്പൊ എന്തായാലും മഴയൊന്നും ഉണ്ടായില്ല. കുഞ്ഞുവാവയ്ക്കുള്ള നേരില്ല എടുത്തേക്കാൻ മറക്കരുതേ പ്രസീതേ. ഇല്ല ഇല്ല. അപ്പൊ പരിപ്പ് വട ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ് ഇപ്പൊ. എരിവില്ലാത്ത പരിപ്പോടിയും എരിവുള്ള പരിപ്പോട്. ഞാൻ വല്യച്ഛനെ വീഡിയോയിലേക്ക് വിളിച്ചു. വല്യച്ഛൻ വന്നില്ല അല്ലേ? വല്യച്ഛൻ എന്താപ്പോ വല്യച്ഛൻ അമ്പലത്തിൽ പോണെന്ന്. അതുകൊണ്ടാ വരാഞ്ഞേട്ടോ. ഓ കാണണത്ര. അന്ന് അമ്പലം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, ഒച്ചയിൽ പറയണെന്ന് പറയണേ മാളൂനോട്. നമ്മള് മൈക്ക് വെച്ചിട്ട് നല്ല ശബ്ദത്തിൽ പറഞ്ഞാലേ കേക്കുള്ളൂ. അതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ചതച്ചെടുക്കട്ടെ. അപ്പോഴേക്കും അമ്മ സവാളൊക്കെ ഞാൻ ചതക്കാൻ അമ്മേനി സവാളൊക്കെ അരിഞ്ഞ് പച്ചമുളക് ഇഞ്ചി കഷ്ണം എടുക്കാൻ മറന്നു. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടെ ഇട്ടാ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ കുഞ്ഞാവെ ചവിട്ടരുത്, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അതൊക്കെ ഒരു ഇതൊക്കെ ആയി, ചതഞ്ഞ രീതിയിലായി. എല്ലാരും പറഞ്ഞിരുന്നു ഈ ഇത് വാങ്ങിയിട്ട് ഒന്ന് കാണിക്കുവോ, പിന്നെ ചതയ്ക്കാൻ പറ്റുമോ, അരയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഇതിലാണ് ഇന്ന് ഞങ്ങൾ പുതിയതായിട്ട് വട ഉണ്ടാക്കണത്. ഇതിന് മുമ്പ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതയ്ക്കാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞാവ് അടിക്കുക. കുഞ്ഞാവോടെ ചീത്ത പറയാനൊന്നും പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടവും. ഇല്ലെങ്കിൽ നമ്മളെന്തേലും ഒരു അടിയൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരും അല്ലേ? നാളെ കുഞ്ഞാവെ ടാറ്റ കൊണ്ടോണ്ടേ, നമുക്ക് കൊണ്ടോണ്ടേ. കുഞ്ഞാവിടെ അംഗനവാടിയിൽ സെന്റ് ഓഫ് ആണ്. കുഞ്ഞാവിന്റെ സ്കൂളിൽ പോവല്ലേ? അപ്പൊ അംഗനവാടിയിൽ സെന്റ് ഓഫ് ഉണ്ട്. ഇത്ര അംഗനവാടിത്തെ ടീച്ചറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോണം. സ്കൂളിലാകുമ്പോ കൊറേ കൂട്ടുകാരുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, കൊറേ കളി. അപ്പൊ അതാ കണ്ടില്ലേ, നല്ലോണം നമുക്ക് പരിപ്പോടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലത്തെ ഒരു കല്ല് വാങ്ങിക്കോളൂ. നമ്മളൊരു കുഞ്ഞമ്മീന്നും പറയാം, ചതയ്ക്കണ ഒരു ഇതെന്നും പറയാം. ഇതിലിപ്പോൾ കണ്ടില്ലേ, അറിയണ കമൻറ്റ് ചെയ്യാൻ കണ്ടിരുന്നു. അല്ല നരച്ച് കാണിക്കൂ എന്നുള്ളത് കണ്ടില്ലേ. ഒരു ഇതൊക്കെ ആയി ഇപ്പോൾ. ഇത് പരിപ്പോടൊക്കെ അധികം വേണ്ടല്ലോ. ഞങ്ങൾ ഈ അമ്മിക്കല്ല് വാങ്ങിയപ്പോഴേ നമുക്ക് 970 രൂപയായി കേട്ടോ. ഇപ്പം 870 ഉള്ളൂ. ഇപ്പോൾ ഓഫറുണ്ട്. ഇപ്പം എല്ലാവരും ഇത് വാങ്ങിക്കോളൂ. നല്ലൊരു നമുക്കൊരു ഉപകാരപ്പെടുന്നൊരു ഉപകാരപ്പെടുന്ന ഒരു കല്ലാണ് കേട്ടോ. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാട്ടോ. എന്താ കണ്ടോ, നല്ല ഇതിൽ കിട്ടിയണ്ടല്ലേ, ഉരുട്ടിയെടുക്കാൻ പാകത്തിന്. നമുക്കിതൊക്കെ ഇതിലേക്ക് മാറ്റാം. നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് ചതച്ചെടുക്കാം. നമ്മളിന്നൊരു തട്ടുകട സ്റ്റൈൽ പരിപ്പോടെയാണ് ഉണ്ടാക്കണത്. ചെറുതായിട്ട് അല്ലേ? അതെ, കുഞ്ഞു കുഞ്ഞിത്. പറഞ്ഞപ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു കട ഉണ്ടായിരുന്നു സ്കൂളിന്റെ അടുത്ത്. ഒരു ചെട്ടിയാരും മാമ ഉണ്ടാക്കിയിരുന്നു. നല്ല ടേസ്റ്റാ. ഇത്രയുള്ളൂ. അന്നൊക്കെ 1 രൂപയെ 10 പൈസയോ 10 പൈസയാണോ അല്ല 1 രൂപയ്ക്കാ തോന്നുന്നുണ്ട് ഒന്നിനെ. അപ്പൊ ഞാനൊക്കെ കുറെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണത്. അത്രയും കനം കുറഞ്ഞ ചെറിയ ഒരു കോയിന്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഇനി ഉള്ളിയൊക്കെ അരിയട്ടെ. നമ്മള് സവാളയും
ചെറിയുള്ളിയാ ശരിക്കും വേണ്ടത്, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലേ അമ്മേ? അതെ അതെ. പണ്ടൊക്കെ ചെറിയുള്ളി ആദ്യം ഇടയ്ക്ക് നമ്മൾ സവോളയും എടുക്കും, ചെറിയ ഉള്ളിയും കുറച്ചെടുക്കും, അതെ അതെ. അങ്ങനെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ എത്രയും കനം കുറച്ച് നമ്മൾ നുറുക്കി കഴിഞ്ഞാൽ അരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആട്ടോ. ഒരു 3 നമ്മൾ എടുത്തിട്ടുള്ളൂ. 4 4 വേണ്ടി വരും നോക്കിട്ടാ. 3 മതിയില്ലായിരുന്നു. 3 മതിയാവും, മാത്രല്ല പരിപ്പുള്ളൂ. ബാക്കി പരിപ്പോടൊക്കെ കൊറേ മുമ്പന്നെ ഉണ്ടാക്കാൻ പരിപ്പോടൊക്കെ കൊറേ മുമ്പന്നെ ഉണ്ടാക്കാറുണ്ട്. എന്താ അമ്മയ്ക്കും ഇഷ്ടാണ്, അച്ഛനും. അപ്പൊ പിന്നെ അന്നൊക്കെ അമ്മീമിൽ അരച്ചെടുക്കും. ചിലപ്പോ മിക്സി ഒന്നും ഇല്ലല്ലോ അന്നൊക്കെ. അത് വേറെ ടേസ്റ്റ് ആട്ടോ, നല്ല സാധാരണ അതൊക്കെ. പിന്നെ കുറച്ച് ചുവന്ന മുളക് ഇടും. അന്ന് മുളക് പൊടി എപ്പോഴും പറഞ്ഞപ്പോഴേ ഓർമ്മ നമുക്കൂടായിരുന്നു, ഞാൻ മറന്നു. മുളകേ 2-3 അതിൽ വെള്ളത്തിലിട്ടേക്ക് വേറെ ടേസ്റ്റ് ആട്ടോ. പിന്നെ പച്ചമുളകൊന്നും വേറെ പുറത്ത് പോയി വാങ്ങുന്നില്ലേ, അന്ന് കടകളൊന്നും അടുത്തില്ല. പച്ചമുളകൊക്കെ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ ചീനമുളക് ഒക്കെ ഇഷ്ടം പോലെ ഓർമ്മപ്പെടുത്തിയ മതി. ഞാൻ ചോദിക്കണേ, മുളക് പൊടിയെല്ലാം എടുക്കാറ് വെച്ചിട്ട് ഞാൻ വേണ്ട ഇങ്ങനെ പോട്ടെ, ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോ നല്ല ഇതിലുണ്ടാക്കാം. അപ്പൊ ഇങ്ങനെ കഷ്ണമായി കിടക്കുമ്പോ കാണാൻ ഭംഗിയുണ്ടാവും. അതെ അതെ. ആ പരിപ്പിന്റെ മീതെ ആയിട്ടൊക്കെ ആകുമ്പോ അന്നത്തെ പരിപ്പ് ഇപ്പോഴത്തെ പരിപ്പും വ്യത്യാസമുണ്ട്. അതെ അതെ. അന്ന് അറിയണമെങ്കിൽ കുറച്ച് താമസമുണ്ട്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ആണ്. അതൊക്കെ നമ്മളാ കല്ല് ഞാനും മാളും കൂടിട്ടോ. വലിയ മാലയൊക്കെ കഴുത്ത് കേട്ടോ. അതെ അതെ. നെക്ലേസിന് പകരം കുഞ്ഞുവാവയ്ക്ക് പാകാവും. അപ്പൊ പ്രസീതേ, ഇത് എങ്ങനെ അരിയാൻ പഠിച്ചത് ഞാനെന്നറിയോ? മുത്തശ്ശൻ പഠിപ്പിച്ചത്. അതെ അതെ, പഠിപ്പിച്ചതല്ല, മുത്തശ്ശൻ അരിന്ന് നോക്കി നിൽക്കും എങ്ങനെയൊക്കെ ചെറുതാക്കി എടുക്കണം. അതെ, പ്രത്യേക ഒരു പേനക്കത്തി മടക്കണതാണ്. അതിങ്ങനെ പിന്നെ മുണ്ടില് ഇങ്ങനെ തിരികെ വെക്കും. എവിടേക്കും പോവുകയാണെങ്കിൽ, പുറത്ത് പോവുകയാണെങ്കിൽ ഷർട്ടിന് അന്ന് പോക്കറ്റ് ഇവിടെയാണ്, ആ പോക്കറ്റിലാണ്ട് ഇടും. അങ്ങനെയാണ് മുത്തശ്ശൻ പേനക്കത്തി ഇല്ലാതെ പുറത്ത് ഇറങ്ങുകയില്ല. പിന്നെ ഇമ്മില് താക്കോലും കൂട്ടായി തുടങ്ങി. വിട്ടെന്നറിയാ വരുന്നുണ്ട് ആള് എന്നുള്ളത്. ഇനി അടുത്തത് പച്ചമുളകൊന്ന് അരിയട്ടെ. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം കൂടി വേണം. കഴിഞ്ഞാൽ അത് വേറെ മാറ്റി വെക്കണം. എന്താ വെച്ചാൽ കുഞ്ഞുവാവയ്ക്ക് എരിവ് പറ്റില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ അത് കഴിക്കുമ്പോ കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാതെ നമുക്ക് തിന്നാനും തോന്നില്ല. മാളൂന് പറ്റും, കുഞ്ഞുവാവയ്ക്ക്. ആളൊരു മാലയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ട്, അച്ഛനൊക്കെ ഇട്ട് തരൂ. സൂപ്പർ ലോക്കറ്റൊക്കെ ഉണ്ടല്ലേ. അതൊക്കെ ഇവിടുത്തെ ഒന്നെടുത്തു. ആരാ പഠിപ്പിച്ചെന്നാ മാല ഉണ്ടാക്കാൻ? അച്ചോള് പഠിപ്പിച്ചു കൊടുക്കാം. പണ്ട് അച്ചോള് സ്കൂളിൽ പഠിക്കണ കാലത്തൊക്കെ ഇങ്ങനെ പാത്രം എടുക്കട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കരുവേപ്പിൻ്റെ അരിയാണ്ട് അതും കൂടെ കുറച്ച് ഉള്ളി ഇതിലിടട്ടെ. കുഞ്ഞുവാക്കിപ്പോ ആ മരുന്നിട്ട് ടോണിക്ക് കഴിക്കണ്ടല്ലോ. അതിന് ശേഷം കുഞ്ഞുവാക്കി നല്ല വിശപ്പാ, എപ്പോഴും വിശക്കാണ്. അപ്പൊ മാള് കഴിക്കണ്ട്. മാള് കഴിച്ചു. എന്താ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടോ? നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറൊന്നും ഇല്ലല്ലോ എപ്പോഴൊന്നും. എന്താ വെച്ചാൽ എണ്ണമെഴുക്ക് അധികം കഴിക്കണ്ടെന്ന് ഇപ്പം ഞാൻ ആയുർവേദം ഡോക്ടറെ കാണുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കൊന്നുമില്ല കേട്ടോ. ഒന്നൊന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എപ്പോഴേലും കഴിക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല. കുഞ്ഞാൾക്കുള്ള നമുക്ക് ഇതിൽ മാറ്റി വയ്ക്കാം. കുഞ്ഞി വട. കറിവേപ്പില എടുത്തില്ലേ? സാധ്യല്ലേ? വേണ്ട, ഇത് രണ്ടും മതി. ഞാനൊന്ന് ഉപ്പ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. ഇനി കഴിക്കുമ്പോ പറയാം ടേസ്റ്റിന്റെ കാര്യമൊക്കെ. നല്ല ടേസ്റ്റ്. പരിപ്പ് നമ്മൾ ആ കല്ലിൽ അരച്ചോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഉണ്ടാക്കണമെന്നില്ല, എങ്ങനെ തിന്നാ മതിയോ? എനിക്ക് ഇങ്ങനെ നല്ല ഇഷ്ടമേ പച്ച തിന്നാൻ. അങ്ങനെ ചപ്പാത്തി കുഴച്ചാ അവിടെ കുട്ടികളെ എത്രയാ കഴിക്കാറിയാം. എനിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ തിന്നണത്. ഞാൻ പറയും വേവിച്ചിട്ട് ചപ്പാത്തി ആയിട്ട് കഴിച്ചാൽ മതി, വയറ് കഴിക്കും. കുട്ടികൾ ചിലരൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പണ്ടേ അങ്ങനെ തന്നെ.
അപ്പൊ നല്ല ഇഷ്ടം അങ്ങനെ കഴിക്കാൻ. അതാ ഇതൊക്കെ ഇടാം. പച്ചമുളക് ഇത് മതിയാവൂലേ മുളക്? ആ മതി. മുളക് പൊടി ഇടൂലോ. ചുവന്നുള്ളിൻ്റെ കരിവേപ്പിൻ്റെ അതും കൂടി വേണോ? അത് മതി. ഏത് ഉരുളി അടിക്കണത്? നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചു കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വട ഉണ്ടാക്കാം, കഴിക്കാം. ആ മതി 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 മതി. അപ്പൊ നമ്മള് വട ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഇലയിൽ ഇങ്ങനെ ഇതാക്കുക. അതിന് ശേഷം എന്താ ആദ്യം ഉണ്ടാക്കണ നമ്മള് കുഞ്ഞാവയുടെ വടയാണ്, എരിവില്ലാത്തത്. പ്രസിദ്ധക്ക് ഞാൻ വട ഉണ്ടാക്കിയിട്ട് കണ്ടിട്ട് എങ്ങനെയാണ്? കയ്യിൽ വെച്ചിട്ടാണ് അമ്മ ഉണ്ടാക്കുക. ഉണ്ടാക്കാറ്. ഈ കയ്യിൽ വെച്ച് ശരിയാവില്ല. കയ്യിൽ വെച്ച് ഉണ്ടാക്കിയ നല്ലതെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ ടേസ്റ്റ് അധികം അല്ല ഇലയിലും നല്ലതന്നെ. അതെ കുഞ്ഞു വട മതിയല്ലോ അല്ലേ? കുഞ്ഞു വട വലിയ വട വേണ്ടേ മാളൂ? കുഞ്ഞു വട. അപ്പൊ കുഞ്ഞു വട ആകുമ്പോ വേഗം കഴിയില്ല, കുറെ സമയം ഇരിക്കണം. നല്ലേ പറ്റുള്ളൂ. വേഗം പരത്തിയിടാം കേട്ടോ. അപ്പൊ പരിപ്പോടൊക്കെ റെഡി ആയിട്ടോ. ഇനി എല്ലാരും ഓരോന്നും എടുത്ത് കഴിക്കും. ഓരോന്ന് കഴിച്ചു നോക്കി എങ്ങനെ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അറിയാലോ. അതെ, കുഞ്ഞുവാക്കി കൊടുക്കൂ. കുഞ്ഞാവിടെ കുഞ്ഞി പരിപ്പോട എരിവില്ലാത്തത്. കുഞ്ഞാവത് കഴിക്കൂ. എങ്ങനെ ഉണ്ട് പറയൂ. കഴിച്ചിട്ടാ പറയാ. ടേസ്റ്റ് ഉണ്ടോ? എരിവില്ലല്ലോ. ചോള എരിവ് ഇട്ടിട്ടില്ല, മുളക് പൊടി ഇട്ടിട്ടില്ല. ഞാൻ നോക്കട്ടെ. സൂപ്പർ. അതിൽ അരച്ചതിന്റെ വിശേഷം പറയാതിരിക്കാൻ വയ്യ. ചതച്ചെടുത്തില്ലേ, അത് വേറെ പ്രത്യേക ടേസ്റ്റാ. മറ്റേ നമ്മള് മിക്സിയിൽ അരയ്ക്കുമ്പോ അടിഭാഗം നല്ലോണം അരയും, മീതഭാഗം അരിയില്ല. പിന്നെ അത് ആദ്യം ഒന്നും കൂടി അരച്ചെടുക്കണം. ഇപ്പൊ അതൊന്നും വേണ്ട, ഒരേ ലെവല് ഒരേപോലെ അരഞ്ഞു കിട്ടി. അപ്പൊ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അതെ, മക്കൾ അങ്ങനത്തെ അമ്മിക്കല്ലത് വാങ്ങി വെക്കും, എന്നിട്ട് ട്രൈ ചെയ്യൂ. അപ്പൊ നമുക്കിനി ഇത് അച്ഛനെ കുട്ടൂനെ അമ്മാവനെ അമ്മായിക്കൊക്കെ ഉള്ളതുണ്ട് ഇതില്. ഇതൊക്കെ എടുത്ത് വെക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ. മുത്തശ്ശി ബൈ.